എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വാർത്തകളുടെ സമഗ്ര ചിത്രം ഇനിയുള്ള 1 മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തും. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിൽ നന്ദി പറഞ്ഞ് മോഹൻലാൽ. ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് പുരസ്കാരം. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിയെത്തിയപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നും മോഹൻലാൽ പറഞ്ഞു. തന്റെ 48 വർഷത്തെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരമെന്ന് മലയാളത്തിന്റെ പ്രിയ താരം. വളരെ കുറച്ച് സ്വപ്നം കാണുന്ന ആളാണ് താൻ. സ്വപ്നത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് നടന്നതെന്നും മോഹൻലാൽ. നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണല്ലോ അല്ലേ, ഒരു വൈൽഡ് ഡ്രീമിൽ പോലും അല്ലേ, ഒരു ഇൻസെയിൻ ഡ്രീം, നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു എന്താ ഒരു പറയുന്നത്, അതിനൊരു ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല. എന്നാലും ഒരു സത്യമാണോ അല്ലയോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നൊരു മൊമെൻ്റാണ്. പുരസ്കാര നേട്ടം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു. ജൂറിക്കും സർക്കാരിനും നന്ദി. ഇന്ത്യൻ സിനിമയ്ക്കുള്ള പുരസ്കാരമാണിതെന്നും താരം. പുരസ്കാര നേട്ടത്തിന്റെ സന്തോഷം അമ്മയുമായി പങ്കുവച്ചു. അത് കാണാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായി, അത് അമ്മയെ കാണാൻ എനിക്കും ഭാഗ്യമുണ്ടായി. എൻ്റെ അമ്മ സുഖമില്ലാതിരിക്കുന്ന അമ്മയാണ്, പക്ഷെ അമ്മ അത് മനസ്സിലാക്കി അമ്മ എന്നെ അനുഗ്രഹിച്ചു. യൂണിറ്റ് ബോയ് മുതൽ പ്രൊഡ്യൂസർ വരെ ചേർന്നാണ് മോഹൻലാൽ ഉണ്ടായത്. കിട്ടുന്ന ജോലി നന്നായി ചെയ്യാൻ ശ്രമിക്കും. സിനിമാ രംഗത്തെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഇങ്ങനെ: ഞാൻ ഇതെല്ലാം എൻ്റെ തോളത്ത് ഏറ്റ് നടക്കുന്ന ഒരാളല്ല. അത് ആ സമയം കഴിഞ്ഞു. അതിൻ്റെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ ദാസ. കൊച്ചിയിലെ വാർത്താ സമ്മേളന വേദിയിൽ മോഹൻലാൽ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. എല്ലാ മീഡിയക്കാർക്ക് വേണ്ടി ഒടുവിൽ ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് മടക്കം. 24 കൊച്ചി. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച മോഹൻലാലിന് അഭിനന്ദന പ്രവാഹം തുടരുകയാണ്. വിവിധ മേഖലയിലുള്ളവർ മോഹൻലാലിന് ആശംസകൾ നേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഭരണ രാഷ്ട്രീയ രംഗത്തുള്ളവർ മോഹൻലാലിന് അഭിനന്ദനം അറിയിച്ചിരുന്നു. മോഹൻലാലിന് അഭിനന്ദനവുമായി ഇന്നും രാഷ്ട്രീയ നേതാക്കൾ. മോഹൻലാലിന്റെ ഈ നേട്ടം മലയാളത്തിന്റെ, കേരളത്തിന്റെ ആവേശകരമായ ഒരു നേട്ടം തന്നെയാണ്. മോഹൻലാലിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അവാർഡിന് മോഹൻലാൽ അർഹനാകുക എന്ന് പറഞ്ഞാൽ 100% അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന ഈ അംഗീകാരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പങ്കുചേരുന്നു. സിനിമാ സാംസ്കാരിക മേഖലയിൽ നിന്ന് പ്രിയ താരത്തിന് ആശംസകൾ തുടരുന്നു. മോഹൻലാലിനും മലയാള സിനിമയ്ക്ക് ലഭിച്ച അർഹിക്കുന്ന അംഗീകാരമെന്ന് സഹപ്രവർത്തകർ. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനകരമായ ഏറ്റവും വലിയൊരു മുഹൂർത്തമായി ഞാനതിനെ കാണുകയാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ പുരസ്കാരം അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഓരോ മലയാളിക്കും ലഭിച്ചതാണ്. ഒത്തിരി ഡിസേർവിംഗ് ആണ്. ആക്ച്വലി ഇത്രയും വലിയൊരു അവാർഡ് എന്ന് പറയുന്നത് തന്നെ, ഇതിലും ഡിസേർവിംഗ് ആയിട്ടുള്ള വേറൊരു നടൻ ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ വർഷങ്ങളായിട്ട് കാണുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനോടുള്ളൊരു കൊതി എന്ന് പറയുന്നത്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ഈ പരമോന്നത ബഹുമതി മോഹൻലാൽ സാറിന് കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് ഞാൻ. മമ്മൂട്ടി ഉൾപ്പെടെ മോഹൻലാലിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിരുന്നു. മോഹൻലാലിനെ ഗവർണർ രാജ്ഭവനിലേക്ക് ക്ഷണിച്ചു. അനുപമമായ കലാജീവിതത്തിനുള്ള അംഗീകാരമെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശംസ. ന്യൂസ് ഡെസ്ക് 24. നടനെന്ന നിലയിൽ മാത്രമല്ല, ഗായകൻ എന്ന നിലയിലും മോഹൻലാൽ ഒരു വിസ്മയമാണ്. മോഹൻലാലിന്റെ ഗാനങ്ങൾ പ്രേക്ഷകർക്ക് പ്രിയങ്കരമായത് വൈകാരികതയുടെ ആഴം കൊണ്ടും സുതസിദ്ധമായ ശൈലിയും കൊണ്ടാണ്. ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗർ വേദിയിൽ നിരവധി ഗാനങ്ങൾ മോഹൻലാൽ ആലപിച്ചിട്ടുണ്ട്. അതിലേക്കൊന്ന് പ്രേക്ഷകർക്ക് പോവാം. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾ. ഒരു സിനിമ നടൻ ആകാൻ അല്പം പോലും മോഹിച്ച ആളല്ല ഞാൻ. എന്നാൽ കാലം, എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് തന്നെ ക്യാമറയുടെ മുന്നിൽ കൊണ്ട് നിർത്തി. ഒരു സിനിമ കഴിഞ്ഞപ്പോൾ അടുത്ത സിനിമ വന്നു. ഒരു കഥാപാത്രത്തിൻ്റെ ചമയം അഴിച്ചപ്പോൾ അടുത്തത് അണിയേണ്ടി വന്നു. അങ്ങനെ കൂട് വിട്ട് കൂട് മാറി എത്ര വേഷങ്ങൾ. ഒരു വിസ്മയമാണ് എനിക്കത്, വിസ്മയം. യെസ്, ഐ ബിലീവ് ഇൻ മാജിക്. I don't believe in superstars, organic food and foreign cars. I don't believe the price of gold, the certainty of growing old, that right is right and left is wrong, that north
Giswara. 2018 ഓസ്ട്രേലിയയിൽ ഫ്ലവേഴ്സ് സംഘടിപ്പിച്ച സ്റ്റാർ നൈറ്റ് പരിപാടിയിലായിരുന്നു മോഹൻലാൽ മനസ്സ് തുറന്നത്. ഒരു സാധാരണക്കാരൻ മനസ്സ് തുറന്ന് പാടുന്നത് പോലെയാണ് മോഹൻലാലിന്റെ പാട്ടുകൾ. ആത്മാർത്ഥതയും ലാളിത്യവുമാണ് മോഹൻലാലിന്റെ ആലാപനത്തിന്റെ മുഖമുദ്ര. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ആ ചാരുത പലവട്ടം അനുഭവിച്ചതാണ്. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചെയ്തോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ ഏഴുവർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമാ. ഗാനങ്ങളിൽ വൈകാരികതയുടെ അസാധാരണമായ ആഴം കൊണ്ടുവരുന്നതിൽ മോഹൻലാൽ ഒരു അത്ഭുതമാണ്. ശബ്ദത്തിന്റെ തനതായ ഗാംഭീര്യം മോഹൻലാലിന്റെ ഗാനങ്ങൾക്കും ഒരു പ്രത്യേക ആകർഷണീയത നൽകുന്നു. കാക്കാല കണ്ണമ്മ കൺവിഴിച്ചു പാറമ്മ കന്നിമാന സൊന്തിത്താരേ കുന്നാര കുന്നുമ്മേ കൂവക്കോഴി കൂടുമ്മേ ചൂര്യഗോളം പൊങ്കിട്ടാരേ. വളരെ ആഴത്തിലുള്ളതും എന്നാൽ മൃദുലവുമായ മോഹൻലാലിന്റെ ശബ്ദം പ്രേക്ഷകൻ എന്നും എപ്പോഴും ഒരാവേശമാണ്. ഗാനങ്ങളുടെ ശാസ്ത്രീയ വശങ്ങളെക്കാൾ മോഹൻലാൽ പ്രാധാന്യം നൽകുന്നത് പാട്ടിന്റെ ഭാവത്തിനാണ്. സ്വതസിദ്ധമായ ആലാപന ശൈലിയാണ് ലാൽ എപ്പോഴും പിന്തുടരുന്നത്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഇല്ലിമുളം കാടുകളിൽ നല്ല ലല്ലം പാടി വരും തെന്നലേ തെന്നലേ. ഇല്ലിമുളം കാടുകളിൽ നല്ല ലല്ലം പാടി വരും തെന്നലേ തെന്നലേ. ഒരു അഭിനേതാവ് എന്ന നിലയിൽ കഥാപാത്രത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞാണ് മോഹൻലാലിന്റെ അഭിനയം. ഗാനങ്ങളെ സമീപിക്കുമ്പോൾ വൈകാരികമായ സത്യസന്ധതയ്ക്കും ലാളിത്യത്തിനുമാണ് മോഹൻലാലിന്റെ ഊന്നൽ. ടോപ്പ് സിംഗറിൽ പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കി മോഹൻലാലിന്റെ സംഗീതാലാപനം. കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതം വിളി മയങ്ങൂ വാവാവൂ. ന്യൂസ് ഡെസ്ക് 24. മറ്റു വാർത്തകളിലേക്ക്. അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുപോയ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിച്ചു. ചെന്നൈയിൽ നിന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രിയാണ് സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തെത്തിച്ചത്. കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് വലിയ വിവാദമായിരുന്നു. 24 എക്സ്ക്ലൂസീവ്. ഇന്നലെ രാത്രി അതീവ രഹസ്യമായാണ് ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തെത്തിച്ചത്. നിലവിൽ ദേവസ്വം സ്റ്റോർ റൂമിലാണ് സ്വർണ്ണപ്പാളികൾ സൂക്ഷിച്ചിരിക്കുന്നത്. തന്ത്രിയോട് കൂടിയാലോചിച്ച് സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൽ വീണ്ടും സ്ഥാപിക്കും. ശുദ്ധികലശം ഉൾപ്പെടെ നടത്തേണ്ടതിനാൽ തന്ത്രിയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. അയ്യപ്പ ശ്രീകോവിലിന്റെ വാതിലിനും കേടുപാടുകൾ കണ്ടെത്തിയിരുന്നു. സ്വർണ്ണപ്പാളികളുടെ പുനഃസ്ഥാപനവും വാതിലിന്റെ അറ്റകുറ്റപ്പണികളും ഒരുമിച്ച് പൂർത്തിയാക്കി ശുദ്ധികലശം ചെയ്യാനായിരുന്നു നേരത്തെ ബോർഡ് തീരുമാനം. ഇന്ന് സ്വർണ്ണപ്പാളികൾ ദ്വാരപാലക ശില്പത്തിൽ സ്ഥാപിച്ചില്ലെങ്കിൽ തുലാമാസ പൂജകൾക്ക് നട തുറക്കുമ്പോഴായിരിക്കും മേൽനടപടികൾ സ്വീകരിക്കുക. അതേസമയം സ്വർണ്ണപ്പാളികൾ സന്നിധാനത്തേക്ക് തിരികെ കൊണ്ടുവന്ന വിവരം ദേവസ്വം ബോർഡ് ഉടൻ ഹൈക്കോടതിയെയും സ്പെഷ്യൽ കമ്മീഷണറെയും അറിയിക്കും. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണ്ണപ്പാളികൾ തിരികെ എത്തിക്കാനായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം തുടരുന്നു. അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്ന UDF നേതാക്കളുടെ പ്രതികരണങ്ങൾ സർക്കാരും CPIM-ഉം തള്ളി. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ AI നിർമ്മിതമാകുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. BJP-യും RSS-ഉമായി CPIM-ന്റെ ബാന്ധവം പുറത്തുവന്നുവെന്ന് UDF വിമർശിച്ചു. ആഗോള അയ്യപ്പ സംഗമവേദിയിലെ ഒഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാട്ടി സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചാരണം തുടരുകയാണ്. അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്നാണ് UDF-ന്റെയും BJP-യുടെയും വിമർശനം. ഇത് കള്ളപ്രചാരണമാണെന്ന് സർക്കാരും CPM-ഉം.
ഒഴിഞ്ഞ കസേരകളുടെ ചിത്രം AI നിർമ്മിതമാണെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണം. നിങ്ങൾക്ക് എന്തെല്ലാം സെഷൻ എടുക്കാൻ പറ്റും, നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AI ഉപയോഗിക്കാം, നിങ്ങൾക്ക് AI ഉപയോഗിക്കാം, നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിന് സംശയം. സംഗമത്തിൽ 4126 പേർ പങ്കെടുത്തെന്നാണ് സർക്കാർ വാദം. രജിസ്ട്രേഷൻ നടത്തി നമ്പർ എണ്ണിയ കണക്കാണെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. മുഖ്യമന്ത്രിയുടെ പ്രസംഗശേഷം പ്രതിനിധികൾ വിവിധ സെഷനുകളിൽ പങ്കെടുക്കാനായി പോയതാണെന്നും മന്ത്രി. ഇതിനെ വിവാദമാക്കാൻ പറ്റുമെന്ന് പല രൂപത്തിൽ പരിശ്രമിച്ചു, അസംബ്ലി വരെ പരിശ്രമിച്ചു, നടന്നില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ വിഷമങ്ങൾ ഓരോ തരത്തിൽ അവർ തീർത്തുകൊണ്ടിരിക്കുക. ആ വിഷമങ്ങൾ ഇങ്ങനെ ഈ നമ്മൾ പറയല്ലേ, കുശുമ്പിനും അസൂയയ്ക്കും മരുന്നില്ല, കഷണ്ടിക്കൊന്നും മരുന്നില്ല. സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് UDF. തെരഞ്ഞെടുപ്പിന് വോട്ട് തട്ടാനുള്ള കാപട്യമെന്ന് നേതാക്കൾ. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് ആളുകളെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപട്യം നിറഞ്ഞ നടപടി മാത്രമായിരുന്നു ആഗോള സംഗമം. കേന്ദ്ര BJP നേതൃത്വവും കേരള CPM നേതൃത്വവും തമ്മിലുള്ള അവിഹിത രാഷ്ട്രീയ ബന്ധം മറനീക്കി പുറത്തു വരുന്നതിന് തുല്യമാണ്. വിശ്വാസം അഭിനയിക്കുന്നവരെ നാട് ഭയക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. അതേസമയം അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള വിവിധ കമ്മിറ്റി റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുമെന്ന് ദേവസ്വം വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമം നാളെ പന്തളത്ത് നടക്കും. 4 ജില്ലകളിലെ ഭക്തർ സംഗമത്തിനെത്തുമെന്ന് സംഘാടക സമിതി പ്രസിഡന്റ് PN നാരായണവർമ്മ 24-നോട് പറഞ്ഞു. സമ്മേളനത്തിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആശംസകൾ അറിയിച്ചു. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമം. ശബരിമല വിശ്വാസം, വികസനം, സുരക്ഷ എന്ന വിഷയത്തിൽ രാവിലെ സെമിനാർ നടക്കും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഭക്തജന സംഗമം തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല ഉദ്ഘാടനം ചെയ്യും. 4 ജില്ലകളിൽ നിന്നുള്ള ഭക്തരെ പ്രതീക്ഷിക്കുന്നുവെന്ന് സംഘാടക സമിതി അധ്യക്ഷൻ PN നാരായണവർമ്മ. നമ്മൾ ഭക്തജന സംഗമമാണ് ഉദ്ദേശിക്കുന്നത്. 4 ജില്ലകളിലെ ഭക്തരാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പമ്പയിൽ നടന്നത് യഥാർത്ഥ ഭക്തജന സംഘമല്ലെന്നും PN നാരായണവർമ്മ. യഥാർത്ഥ ഭക്തർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് തോന്നിയത്. കാരണം യഥാർത്ഥ ഭക്തർ ഉണ്ടെങ്കിൽ ഇത്രയൊന്നും അല്ല. പമ്പയിൽ വെച്ചൊരു ഭക്തസംഗമം നടത്തുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം നോക്കി വായിക്കുന്നത് കേട്ടു. എന്തായാലും അതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ടാണോ വായിക്കുന്നതെന്നുള്ള സംശയമുണ്ട്. നന്നായിട്ട് അത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശബരിമല സംരക്ഷണ സംഗമത്തിന് ആശംസകൾ നേർന്ന സന്ദേശം അയച്ചു. ഐക്യവും സാമൂഹ്യ മൈത്രിയും ശക്തിപ്പെടുത്തുന്നതിന് സനാതന മൂല്യങ്ങളും സംസ്കാരവും വ്യാപിപ്പിക്കണം. ശബരിമല കർമ്മസമിതിയുടെ പരിശ്രമം പ്രശംസനീയമെന്നും ആശംസാ സന്ദേശത്തിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തിന് യോഗി ആദിത്യനാഥ് ആശംസകൾ നേർന്നിരുന്നു. 24 പത്തനംതിട്ട. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് 5 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. GST ഇളവുകൾ നാളെ മുതൽ നടപ്പാക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രിയുടെ അഭിസംബോധന എന്നതാണ് ശ്രദ്ധേയം. ജനങ്ങൾക്ക് ദീപാവലി സമ്മാനമായി GSTയിൽ ഇളവുകൾ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിദേശികൾക്ക് അമേരിക്കയിൽ ജോലി ചെയ്യുന്നതിനുള്ള H1B വിസ ഫീസ് കൂട്ടിയതിലെ ആശയക്കുഴപ്പത്തിൽ വ്യക്തത വരുത്തി വൈറ്റ് ഹൗസ്. പുതിയ അപേക്ഷകർക്ക് മാത്രമേ $1,00,000 ഒറ്റത്തവണ ഫീസ് ബാധകമാകൂ. വിസ പുതുക്കുന്നതിനോ നിലവിൽ വിസ ഉള്ളവർക്കോ അധിക ഫീസ് നൽകേണ്ടതില്ല. H1B വിസ ഫീസ് $1,00,000 ഉയർത്തിക്കൊണ്ടുള്ള നയത്തിൽ ഇന്നലെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. പിന്നാലെ US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് ഇതൊരു വാർഷിക അപേക്ഷാ ഫീസ് എന്ന പരാമർശവും നടത്തി. ഇതോടെ മൈക്രോസോഫ്റ്റും മെറ്റയും ആമസോണും ഉൾപ്പെടെയുള്ള കമ്പനികൾ വിദേശ ജീവനക്കാർ തിരികെ എത്തിച്ചേരണമെന്ന് അറിയിച്ചു. ഇതോടെ യാത്രയ്ക്കൊരുങ്ങാനുള്ള തത്രപ്പാടിലായി പലരും. ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനൊരുങ്ങിയവരുടെ എണ്ണം കൂടിയതോടെ ടിക്കറ്റ് നിരക്കും ഉയർന്നു. മണിക്കൂറുകൾക്ക് ശേഷം നിലവിലെ H1B വിസ ഉടമകൾക്ക് തീരുമാനം ബാധകമാവില്ലെന്ന് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചു. പിന്നാലെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ വൈറ്റിന്റെ എക്സ് പോസ്റ്റും അമേരിക്കൻ പൗരത്വ കുടിയേറ്റ വകുപ്പിന്റെ പ്രസ്താവനയും എത്തി. ഇപ്പോൾ H1B വിസ ഉള്ളവർക്ക് അമേരിക്കയിലേക്കുള്ള പ്രവേശനവും മടക്കവും സാധാരണ പോലെ തുടരുമെന്നും അവർ പുതിയ നിരക്ക് അടയ്ക്കേണ്ടി വരില്ലെന്നും കാരലിൻ ലെവിറ്റിന്റെ എക്സ് പോസ്റ്റിൽ പറയുന്നു. വിസ പുതുക്കലിനും അധിക നിരക്ക് ബാധകമാവില്ല. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഫീസ് ഉണ്ടായിരുന്നതാണ് ഒറ്റയടിക്ക് 88 ലക്ഷത്തിലേറെ രൂപയായി ഉയർത്തിയത്. പ്രതിവർഷം $66,000 വരെ ശമ്പളം ലഭിക്കുന്ന H1B വിസ ആഗ്രഹിക്കുന്നവർക്കായാണ് കമ്പനികൾ $1,00,000 മുടക്കേണ്ടത്. തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ അമേരിക്കൻ IT കമ്പനികളിൽ തൊഴിൽ തേടുന്ന ഇന്ത്യക്കാർ നിരാശപ്പെടേണ്ടി വരും. എന്നാൽ ദേശീയ താൽപര്യത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യവും
ഇമിഗ്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. ബിസിനസ് ഡെസ്ക് 24. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചത് താനാണെന്ന് ആവർത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വ്യാപാര സമ്മർദ്ദത്തിലൂടെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച തനിക്ക് സമാധാനത്തിനുള്ള നൊബേലിന് അർഹതയുണ്ട്. ആണവ രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം തുടരുകയാണെങ്കിൽ വ്യാപാരം തുടരില്ല എന്നും ട്രംപ് പറഞ്ഞു. പിന്നാലെയാണ് യുദ്ധം അവസാനിപ്പിച്ചെന്നും ട്രംപ് അവകാശപ്പെട്ടത്. ലോകവേദിയിൽ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന തലത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അമേരിക്ക ഇപ്പോൾ നടത്തുന്നതെന്നും ട്രംപ് പറഞ്ഞു. കൊല്ലം ക്ലാപ്പനയിൽ കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത രക്തസമ്മർദ്ദ ഗുളിക കഴിച്ചവർക്ക് ശാരീരിക അസ്വാസ്ഥ്യമെന്ന് പരാതി. ഗുളിക റബ്ബർ പോലെ വളയുന്നതായും ഗുളിക വാങ്ങിയവർ 24-നോട് പറഞ്ഞു. പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഗുളികയുടെ വിതരണം നിർത്തിവച്ചിരിക്കുകയാണ് ക്ലാപ്പന പഞ്ചായത്ത്. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാപ്പനയിലെ പ്രാഥമിക കുടുംബാരോഗ്യ കേന്ദ്രം വഴി വിതരണം ചെയ്ത രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള മെറ്റോപെൽറോൾ സക്സനറ്റ് എന്ന ഗുളിക സംബന്ധിച്ചാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഈ ഗുളിക 2 ദിവസം കൊണ്ട് നിർത്തിയപ്പോൾ എൻ്റെ അസ്വസ്ഥത, എൻ്റെ ശരീരത്തിന് നല്ല ഉന്മേഷമുണ്ട്. തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മുറിച്ച് നോക്കിയപ്പോൾ ഇത് റബ്ബർ പോലെ ഇരിക്കുന്നു. മണവും ഇല്ല, ഗുണവും ഇല്ല, ഒന്നുമില്ല. 50 മില്ലിഗ്രാം ഉള്ള ഗുളിക പകുതിയാക്കി കഴിക്കാൻ പലരും ശ്രമിച്ചപ്പോഴാണ് ഗുളിക റബ്ബർ പോലെ വളയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഗുളികയ്ക്ക് റബ്ബറിന്റെ മണവും അനുഭവപ്പെടുന്നുണ്ട്. ഗുളിക കഴിച്ച പലർക്കും ശാരീരിക ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ പകുതി മെഡിസിൻ കൊടുക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പകുതിയാക്കാൻ വേണ്ടി അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ചില ദിവസം കഴിക്കുമ്പോൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഇട കൊണ്ടാണെന്ന് തോന്നി ഈ മരുന്ന് കഴിച്ചിട്ട് ചീർക്കുന്നു. ഞാൻ കഴിച്ചു കഴിയുമ്പോൾ ഇക്കാക്കറിയാം, പെട്ടെന്നൊരു തളർച്ച പോലെ ഒന്ന് ഓടിപ്പോയി ഞാൻ കിടക്കും. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വിതരണം ചെയ്ത ഗുളിക സംബന്ധിച്ചാണ് പരാതി. പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് വിതരണം നിർത്തിയെന്ന ക്ലാപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ 24-നോട് പറഞ്ഞു. അതിൻ്റെ മാനേജറെ വിളിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞു അത് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല, എന്തായാലും ആ മരുന്ന് നിർത്തിവെക്കാൻ ഡോക്ടറോട് നിർദ്ദേശം കൊടുക്കാൻ പറഞ്ഞു. ആ വിതരണം ചെയ്ത ആളുകൾക്ക് മുഴുവൻ അറിയിപ്പ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ മരുന്ന് നിർത്തിവെക്കാൻ എന്നാണ് പറഞ്ഞത്. വെള്ളത്തിൽ ഇട്ടിട്ടും ഗുളിക അലിയുന്നില്ല. ക്ലാപ്പനയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ മാത്രം 30,000 ഗുളികകളാണ് ഇത്തരത്തിലെത്തിയത്. സംസ്ഥാനത്ത് മറ്റിടങ്ങളിലും ഇതേ ബാച്ചിലുള്ള ഗുളികകൾ എത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ഗുളികകൾ പരിശോധനയ്ക്കായി ഡ്രഗ്സ് ലാബിലേക്ക് അയച്ചു. 24 കൊല്ലം. പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ മലപ്പുറത്തെ KPCC അംഗത്തിന് 5 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി. മർദ്ദന ദൃശ്യങ്ങൾ സഹിതം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ച പൊന്നാനി സ്വദേശി അഡ്വക്കേറ്റ് ശിവരാമനാണ് നീതി കിട്ടിയത്. മർദ്ദിച്ച CPO ഹരിലാലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. 2020 സെപ്റ്റംബർ 9 ശിവരാമൻ മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം നിൽക്കുമ്പോഴാണ് പോലീസ് മർദ്ദനമേറ്റത്. ഒരു കൈക്ക് പരിക്കുണ്ടെന്ന് പറഞ്ഞിട്ടും അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചു. പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ശിവരാമൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. എന്നെ ആദ്യത്തെ ലാത്തി ചാർജ് നടത്തി ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ പുറകിലൂടെ ഞാൻ മാറിപ്പോകുമ്പോഴും ഇദ്ദേഹം എന്നെ പുറകിലൂടെ വന്ന് വീണ്ടും ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഇടയിലിട്ട് ഗ്യാപ്പിലിട്ട് 2 ഓട്ടോകളുടെ ഗ്യാപ്പിലിട്ട് വീണ്ടും എന്നെ ലാത്തി ചാർജ് ചെയ്യുന്നുണ്ട്. ആ വിഷ്വൽസ് നിർഭാഗ്യവശാൽ ആർക്കും കിട്ടിയിട്ടില്ല. ഇതിനെതിരെയാണ് ഞാൻ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുകയും ഇന്ന് അതിനൊരു തീർപ്പ് കൽപ്പിക്കുകയുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥന്റെ നടപടി അധികാര ദുർവിനിയോഗമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ വിലയിരുത്തി. മർദ്ദിച്ച CPO ഹരീഷിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. പരിക്ക് പറ്റിയ ഈ സാഹചര്യത്തിൽ, മുറിവേറ്റ് കിടക്കുന്ന ഈ സാഹചര്യത്തിൽ എന്നെ അടിച്ചത്, ലാത്തി ചാർജ് നടത്തിയത് കൃത്യമായ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുക. 5 വർഷത്തെ ഒറ്റയാൾ പോരാട്ടത്തിനൊടുവിലാണ് ശിവരാമന് നീതി ലഭിച്ചത്. 24 തിരൂർ. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡീഗഡിൽ തുടക്കം. 75 വയസ്സ് പിന്നിട്ട D രാജ ജനറൽ സെക്രട്ടറി പദവിയിൽ തുടരുന്നതിൽ CPIക്കുള്ളിൽ ഭിന്നാഭിപ്രായമാണ്. ജനറൽ സെക്രട്ടറിയെ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്നാണ് D രാജയുടെ പ്രതികരണം. പ്രായപരിധി നിശ്ചയിച്ചത് പാർട്ടിയാണെന്നും ഇളവ് നൽകേണ്ട സാഹചര്യമില്ല എന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രായപരിധി മാനദണ്ഡം കർശനമായി നടപ്പാക്കി ജനറൽ സെക്രട്ടറി D രാജ പദവിയൊഴിയണം എന്ന ആവശ്യം കേരള ഘടകത്തിൽ നിന്നും ഉയരുമ്പോൾ ഇക്കാര്യത്തിൽ പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുക്കുമെന്നാണ് D രാജയുടെ പ്രതികരണം. Party Congress is the supreme forum in our party and we are meeting today. We will discuss all such cases. എന്നാൽ പ്രായപരിധി നിശ്ചയിച്ചത് പാർട്ടിയാണെന്നും
മാറ്റേണ്ട സാഹചര്യമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പ്രായപരിധിയിൽ ഇളവ് നൽകാനുള്ള ഒരു സാധ്യതയുമില്ലെന്ന് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു. എൻ്റെതല്ല, ആ നിലപാട് എൻ്റെതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കൊണ്ട നിലപാടാണ്. ആ നിലപാട് മാറ്റേണ്ട കാരണം ഞാൻ കാണുന്നില്ല. അല്ല, അത് കേരളത്തിൽ പൂർണ്ണമായിട്ടും നടപ്പിലാക്കി. ഇന്ത്യയിലെ പാർട്ടി ഭരണഘടനയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ്. അതിന് വ്യത്യാസം വരാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഡി രാജ ഒഴിയുമെന്നും ചില അപ്രതീക്ഷിത പേരുകൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്നുമുള്ള റിപ്പോർട്ടുകളോട് ആനി രാജയുടെ പ്രതികരണം ഇങ്ങനെ: ഇത് തീരുമാനിക്കേണ്ടത് പാർട്ടി കോൺഗ്രസ്സാണ്, അല്ലാതെ വെളിയിൽ നിന്ന് ഏതെങ്കിലും ഒരു മാധ്യമത്തിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞുകൊണ്ടോ അല്ല ഇത് തീരുമാനിക്കും. പാർട്ടിയുടെ ഭരണഘടനയും പാർട്ടി കോൺഗ്രസും അവരുടെ അവകാശമാണത്. ഡി രാജ ജനറൽ സെക്രട്ടറിയായി തുടരണം എന്ന നിലപാടിനാണ് നിലവിലെ ദേശീയ സെക്രട്ടേറിയറ്റിൽ മുൻതൂക്കം. അതേസമയം ദേശീയ എക്സിക്യൂട്ടീവിൻ്റെയും ദേശീയ കൗൺസിലിൻ്റെയും മറ്റ് സംസ്ഥാന ഘടകങ്ങളുടെയും നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. പാർട്ടി കോൺഗ്രസ് വേദിയായ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ നിന്നും മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. CPI പാർട്ടി കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചണ്ഡീഗഡിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ബൽറാം, പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായ പൊതുസമ്മേളനത്തിന് അല്പസമയത്തിനകം തുടക്കമാകാൻ പോകുന്നു. അവിടെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം നെടുങ്ങാടി? റിജിത, പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതാനും നിമിഷം മുമ്പാണ് ഈ പൊതുസമ്മേളനം ആരംഭിച്ചത്. സാധാരണ നിലയിൽ ദക്ഷിണേന്ത്യയിൽ പാർട്ടി കോൺഗ്രസ് നടത്താറുള്ളപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഇനമായാണ് ഈ പൊതു സമ്മേളനം നടത്താറുള്ളത് എങ്കിൽ ഈ ചണ്ഡീഗഡിലെ 25ാം പാർട്ടി കോൺഗ്രസിൽ ഔദ്യോഗികമായ ആദ്യ പരിപാടി തന്നെ ഇത്തരത്തിൽ ഒരു പൊതു സമ്മേളനമാണ്. ഒരു വിളംബര ജാഥയുടെ സ്വഭാവത്തിലുള്ള ചെറു ജാഥകൾ ചേർന്ന ഒരു റാലി നടത്തിയാണ് ഈ പൊതുസമ്മേളനം ആരംഭിച്ചത്. രാവിലെ 11 മണി മുതൽ ഈ ജാഥകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ജനറൽ സെക്രട്ടറി ഡി രാജ കൂടാതെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. 3 മണിവരെയാണ് ഈ പൊതുസമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഔപചാരികമായ പരിപാടികൾ, മറ്റ് ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനായി ദേശീയ സെക്രട്ടേറിയറ്റിന്റെയും ദേശീയ കൗൺസിലിന്റെയും യോഗം ഇന്ന് സുധാകർ റെഡ്ഡി നഗറിൽ ചേരും. അതായിരിക്കും പ്രസീഡിയം അടക്കമുള്ള മറ്റ് കമ്മിറ്റികൾക്ക് രൂപം നൽകുക. തുടർന്ന് നാളെ രാവിലെ ഉദ്ഘാടന സമ്മേളനത്തോടെയാണ് പാർട്ടി കോൺഗ്രസിലെ മറ്റ് നടപടികൾ ആരംഭിക്കുക. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പിന്നീട് പാർട്ടി കോൺഗ്രസിന്റെ മറ്റ് നടപടിക്രമങ്ങൾ, അത് സംഘടനാ റിപ്പോർട്ടുകളുടെ അവതരണവും ചർച്ചകളും അടക്കമുള്ള നടപടികൾ നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആരംഭിക്കുക. ഇപ്പോൾ പൊതുസമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പൊതുസമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൊഹാലിയിലെ സബ്ജി മണ്ടിയിലാണ് ഈ പൊതുസമ്മേളനം ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി, ഡി രാജ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുമോ എന്നുള്ളതാണ് പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ ആകാംക്ഷ. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായ പൊതുസമ്മേളനം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ചണ്ഡീഗഡിൽ നിന്ന് തത്സമയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. സ്കൂളുകളിലെ ലഹരി വ്യാപനം തടയാൻ ഊർജിത നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് SKN40യുടെ 2ാം ഘട്ടമായ ജ്യോതിർഗമയിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കോഴിക്കോട് ലഹരി ഉപയോഗിച്ച് ബസ് ഓടിക്കുന്നവരെ ഭയന്ന് നിരത്തിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഡ്രൈവർ വെളിപ്പെടുത്തി. ജ്യോതിർഗമയ 8ാം വാരത്തിലെ ബോധവൽക്കരണ പരിപാടികൾ വൈവിധ്യം കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി വ്യാപനം തടയാൻ ഫലപ്രദമായ നടപടികളുമായി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ടു പോവുകയാണെന്നും ഒക്ടോബറിൽ ലഹരിവിരുദ്ധ പരിപാടികൾ സജീവമാക്കുമെന്നും ജ്യോതിർഗമയയിൽ പങ്കെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും കൂടെ ചേർന്നുകൊണ്ട് ഗവൺമെൻറ് പ്രഖ്യാപിച്ച പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഒരു ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. കോഴിക്കോട്ട് ലഹരി ഉപയോഗിച്ച് ബസ് ഓടിക്കുന്നവരെ പേടിച്ച് നിരത്തിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഡ്രൈവറുടെ വെളിപ്പെടുത്തൽ ജ്യോതിർഗമയയിലൂടെ പുറത്തുവന്നു. സ്വകാര്യ ബസ് ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശം പുറത്തായതോടെ പോലീസും എക്സൈസും അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഞാനൊരു ബസ്സിലെ ഡ്രൈവറാണ്. എനിക്കൊക്കെ ഇപ്പോ പേടിയാ ബസ്സിലെ പണിയെടുക്കാൻ. എന്താ വെച്ചാല് നമുക്കിപ്പോ ഒരു പച്ചയായ മനുഷ്യന് വണ്ടി ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്താ വെച്ചാല് മിക്ക ഡ്രൈവർമാരും കഞ്ചാവും MDMA ആ. നമ്മളെ മാറ്റത്തൊരു ഉള്ളിലൊരു പേടിച്ചും കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ
ഉള്ള ഡ്രൈവർമാർ ഇപ്പം ഇല്ല. വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ ജ്യോതിർഗമയയുടെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവത്കരണം നടന്നു. കോഴിക്കോട് ചാലപ്പുറം ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടികൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും അരങ്ങേറി. സാഹിത്യം കൊണ്ടും സംഗീതം കൊണ്ടും ഉണ്ടാകുന്ന ലഹരിയാണ് യഥാർത്ഥ ലഹരി. ഊർജ്ജസ്വലരായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ കാണുമ്പോഴും ഉള്ളിലൊരു ഭയങ്കര സന്തോഷം. ആ സന്തോഷമാണ് എൻ്റെ ലഹരി. ഞാൻ ഒരു ലഹരി ഉപയോഗിക്കാത്തതാണ്. ലഹരിയിൽ നിന്ന് മുക്തി നേടിയ ശേഷം ലഹരിവിരുദ്ധ പ്രചാരണത്തിന് ഇറങ്ങിയവരും മയക്കുമരുന്നിനെതിരെ പോരാട്ടം നയിക്കുന്നവരും സംഗീതത്തിലൂടെയും കലയിലൂടെയും ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നവരും ജ്യോതിർഗമയയുടെ ഭാഗമായി. ഇച്ചിരി ഡാൻസ് ഫീൽഡ് ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് ചെറിയ പരിപാടികൾക്കൊക്കെ പോയി അപ്പം ചില്ലായിരിക്കാൻ വേണ്ടി പുതിയ ഓരോ സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ ഓരോരുത്തർ അവിടുന്ന് ഇവിടുന്നൊക്കെ തന്ന് റോഡുമേൽ ഇറങ്ങിയാൽ അക്രമവാസന കൂടി വീട്ടുകാർ പറയുന്ന കേക്കിൽ ഇറങ്ങിപ്പോവും. 4 വർഷത്തോളമായിട്ട് ഇവരുടെ കെയറോപ്പിൽ വന്നതിന് ശേഷം പിന്നെ വേറെ ലഹരികളൊന്നും തൊട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക് 24. തനിക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ നൽകി CPIM നേതാവ് KJ ഷൈൻ. കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിനിരയായ സുജിത്ത് പങ്കുവച്ച പോസ്റ്റും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. വൈപ്പിൻ MLA KN ഉണ്ണികൃഷ്ണന്റെ മൊഴിയിൽ അന്വേഷണ സംഘം ഇന്ന് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യും. സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപ പ്രചാരണം നടത്തിയവരുടെ പേര് വിവരങ്ങളാണ് KJ ഷൈനും MLA KN ഉണ്ണികൃഷ്ണനും കൈമാറിയത്. വിവിധ ജില്ലകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യാനാണ് നീക്കം. വ്യാജ പ്രചാരണം നടത്തിയ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളെക്കുറിച്ചും നേതാക്കളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. KJ ഷൈൻ നൽകിയ പരാതിയിൽ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന്റെ പേരുമുണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ ലൈംഗിക ചുവയുള്ള പോസ്റ്റുകൾ സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചുവെന്നാണ് പരാതി. ലൈംഗികാധിക്ഷേപ പ്രചാരണം നടത്തിയ പലരും പോസ്റ്റുകൾ പിൻവലിച്ചിരുന്നു. ഇത് വീണ്ടെടുക്കാൻ സൈബർ പോലീസ് മെറ്റയുടെ സഹായവും തേടിയിട്ടുണ്ട്. അതിനിടെ കേസിലെ മുഖ്യപ്രതിയായി കോൺഗ്രസിന്റെ പറവൂർ മണ്ഡലം സെക്രട്ടറി CK ഗോപാലകൃഷ്ണൻ ഒളിവിൽ പോയി. ഇന്നലെ മുതൽ ഗോപാലകൃഷ്ണൻ വീട്ടിലെത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഓഫീസിലാണ് ഗോപാലകൃഷ്ണനെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ആരോപിച്ച് പറവൂരിലെ CPIM നേതാക്കൾ രംഗത്തെത്തി. പരമാവധി തെളിവുകൾ ശേഖരിച്ച് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇന്നലെ ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്ക് CPIM പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. സുരക്ഷ കണക്കിലെടുത്ത് പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 കൊച്ചി. CPIM നേതാവ് KJ ഷൈനെ അധിക്ഷേപിച്ച കേസിലെ പ്രതി ഗോപാലകൃഷ്ണന്റെ കുടുംബവും പരാതിയുമായി രംഗത്തെത്തി എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. കുടുംബത്തിന്റെ ഫോട്ടോയടക്കം പ്രചരിപ്പിച്ച് അധിക്ഷേപിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഗോപാലകൃഷ്ണന്റെ ഭാര്യ പറവൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. S ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, എന്താണ് ഈ പരാതിയുടെ ഉള്ളടക്കം? എന്താണ് ശ്യാം? KJ ഷൈനെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തിൽ പോലീസ് പ്രതിയാക്കിയിരിക്കുന്ന ഗോപാലകൃഷ്ണന്റെ കുടുംബമാണ് ഇപ്പോൾ പരാതിയുമായി പോലീസിലെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്റെ കുടുംബാംഗങ്ങളുടെ സഹോദരന്റെ മക്കളുടെയൊക്കെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ മോശമാകുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. തങ്ങൾക്ക് മക്കളില്ല, സഹോദരന്റെ മക്കളുടെ ചിത്രങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ ലൈംഗിക അധിക്ഷേപത്തിന് ഇരയാക്കുന്നു. അത്തരത്തിൽ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നു. ഇന്നലെ CPIMന്റെ നേതൃത്വത്തിൽ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഇതെല്ലാം നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടാക്കുന്നത്. ഈ വിഷയത്തിൽ നീതി വേണം എന്ന് പറഞ്ഞാണ് ഗോപാലകൃഷ്ണന്റെ ഭാര്യ ഇപ്പോൾ ഈ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ മാത്രമല്ല ബന്ധുക്കളുടെ കുട്ടികളുടെ പോലും ചിത്രങ്ങൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതായും ഇവർ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്. ശരി, S ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. കേരളത്തിനുള്ള എയിംസ് ആലപ്പുഴയിൽ തന്നെ ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. രാഷ്ട്രീയ ഉദ്ദേശത്തോടെ ആലപ്പുഴയിൽ പദ്ധതി നടപ്പാക്കിയില്ല എങ്കിൽ എയിംസ് തൃശൂരിൽ സ്ഥാപിക്കും. ഇടുക്കിയിൽ 350 ഏക്കർ സ്ഥലം ലഭ്യമാക്കിയാൽ രാജ്യത്തെ തന്നെ വലിയ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നും കലുങ്ക് സൗഹൃദ സംവാദത്തിൽ സുരേഷ് ഗോപി പറഞ്ഞു. വികസന വിഷയങ്ങൾ ചർച്ചയാകുന്ന കലുങ്ക് സൗഹൃദ സംവാദ വേദിയിലായിരുന്നു എയിംസ് വിഷയത്തിലെ നിലപാട്. കേരളത്തിന് വരും, കേരളം പൂർണ്ണമായ ലിസ്റ്റ് തരട്ടെ എന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് ആലപ്പുഴയിൽ കിട്ടണം. JP നഡ്ഡയോടും അത് തന്നെയാണ്. ഇടുക്കിയിൽ 350 ഏക്കർ സ്ഥലം ലഭ്യമാക്കിയാൽ വലിയ പദ്ധതി നടപ്പാക്കും. ഒരു 350 ഏക്കർ കിട്ടുകയാണെങ്കിൽ ഇടുക്കിയിൽ താപത്തിൽ മാത്രം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പൊരുൾ നിർമ്മാണം അവിടെ നടക്കും. തൃശൂർ കോർപ്പറേഷനെ കലുങ്ക് സൗഹാർദ്ദ സംവാദവേദിയിൽ സുരേഷ് ഗോപി വെല്ലുവിളിച്ചു. മേയർ MK വർഗീസും വർഗീസ് കണ്ടംകുളത്തെയും നടത്തുന്ന ഭരണം ഒഴിവാക്കിയാൽ തൃശൂർ നഗരത്തിൽ വികസനം എങ്ങനെ വരുമെന്ന് കാട്ടിത്തരാമെന്നായിരുന്നു വെല്ലുവിളി. 24 തൃശൂർ. ഇപ്പോൾ പുറത്തുവരുന്നൊരു വിവരം, എറണാകുളം ചെറായി ചാത്തങ്ങാട്
ടോറസ് ലോറി ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം എന്നുള്ളതാണ്. ക്ഷീരസംഘത്തിലെ തൊഴിലാളിയായ അജയ്കുമാറാണ് മരിച്ചത് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. എസ് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, എന്താണ് കൂടുതൽ വിവരങ്ങൾ? എന്താണ് ശ്യാം? എസ് ശ്യാംകുമാറിലേക്ക് എത്താം. എറണാകുളം ചെറായി ചാത്തങ്ങാട് ബസാറിൽ ടോറസ് ലോറി ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ക്ഷീരസംഘത്തിലെ തൊഴിലാളി അജയ്കുമാറാണ് മരിച്ചത്. തിരുവനന്തപുരം പാലോട് കാട്ടാനാക്രമണത്തിൽ യുവാവിന് പരിക്ക്. പാലോട് ഇടിഞ്ഞാർ സ്വദേശി ജിതേന്ദ്രനാണ് പരിക്കേറ്റത്. പത്തനംതിട്ട വടശ്ശേരിക്കരയിലും വയനാട് ഇരുളത്തും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപക നാശനഷ്ടം ഉണ്ടാക്കി. ഇന്ന് രാവിലെ ജോലിസ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെയാണ് പാലോട് സ്വദേശി ജിതേന്ദ്രനെ കാട്ടാന ആക്രമിച്ചത്. മുല്ലച്ചലിന് സമീപം റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാട്ടാന ജിതേന്ദ്രന്റെ സ്കൂട്ടർ ചവിട്ടിമറിച്ചിടുകയായിരുന്നു. വാരിയലിന് പരിക്കേറ്റ ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വയനാട് ഇരുളം ഓർക്കടവിൽ കാട്ടാന വീടിന് മുകളിലേക്ക് തെങ്ങ് മറിച്ചിട്ടു. ചാരുപറമ്പിൽ സുരേന്ദ്രന്റെ വീടിനാണ് നാശനഷ്ടമുണ്ടായത്. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. പത്തനംതിട്ട വടശ്ശേരിക്കര ഒളിക്കല്ലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. തെക്കേ മണ്ണിൽ സജിയുടെ കൃഷിസ്ഥലത്താണ് കാട്ടാനകൾ എത്തിയത്. കാട്ടാനാക്രമണത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കോട്ടയം നാഗമ്പടത്ത് 11 പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. ABC സെന്ററിൽ നിരീക്ഷണത്തിലായിരുന്ന നായ ചത്തതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു കോട്ടയം നഗരത്തിൽ തെരുവുനായ ആക്രമണമുണ്ടായത്. ഒരു കുട്ടിയടക്കം 11 പേരെ തെരുവുനായ കടിച്ചു. തുടർന്ന് ABC സെന്ററിൽ നിരീക്ഷണത്തിലായിരുന്ന നായ ചത്തതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത്. തിരുവല്ലയിലെ പക്ഷിമൃഗ രോഗനിർണയ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ ചത്ത നായയ്ക്ക് പേവിഷബാധ ഉണ്ടെന്ന് കണ്ടെത്തി. ഇതേ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തു. കടിയേറ്റ് 11 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ കൈവിരൽ അറ്റുപോയ പ്രവാസിക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. തെരുവുനായകൾക്ക് പ്രതിരോധ കുത്തിവയ്പ് എടുക്കുന്നതിനുള്ള നടപടികൾ ജില്ലാ വെറ്ററിനറി വിഭാഗവും സ്വീകരിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 20-ലധികം ആളുകൾക്കാണ് കോട്ടയം നഗരത്തിൽ തെരുവുനായയുടെ കടിയേറ്റത്. 24 കോട്ടയം. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗങ്ങൾക്കെതിരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ചില അംഗങ്ങൾ സർക്കാരിനെതിരെയുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ മടിക്കുന്നു എന്നാണ് വിമർശനം. സർക്കാർ ഉദ്യോഗസ്ഥർ ട്രൈബ്യൂണലിലെത്തിയാൽ സർക്കാർ അനുകൂല പ്രവണത കാണിക്കുന്നു. ട്രൈബ്യൂണലിന്റെ പ്രവർത്തനങ്ങളിൽ കാലോചിതമായ പരിഷ്കരണം വേണമെന്നും ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു. സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഓൾ ഇന്ത്യ കോൺഫറൻസിലാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ പരാമർശം. മണിപ്പൂരിൽ സൈനിക വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. അക്രമികൾ സഞ്ചരിച്ച വാഹനവും പിടിച്ചെടുത്തിട്ടുണ്ട്. അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നുവെന്ന് മണിപ്പൂർ പോലീസ് അറിയിച്ചു. ആക്രമണത്തിൽ 2 ജവാന്മാർ വീരമൃത്യു വരിക്കുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മണിപ്പൂരിൽ അസം റൈഫിൾസിന്റെ വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിലാണ് 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശാന്തിപൂർ, ഇഷോക് മേഖലകളിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. ആക്രമണത്തിന് ഉപയോഗിച്ചതായി സംശയിക്കുന്ന വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അന്വേഷണത്തിൽ വാഹനത്തിൽ 1-ലധികം ഉടമകളുള്ളതായി കണ്ടെത്തിയെന്നും അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നുവെന്നും മണിപ്പൂർ പോലീസ് പറഞ്ഞു. ഈ മാസം 19-ന് ബിഷ്ണുപൂരിൽ വച്ചായിരുന്നു സൈനിക വാഹനത്തിന് നേരെ ആക്രമണമുണ്ടായത്. അക്രമങ്ങൾ ഒരു തരത്തിലും അനുവദിക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും ഗവർണർ അജയ് കുമാർ ഭല്ല വ്യക്തമാക്കിയിരുന്നു. 24 ഡൽഹി. ഗസ അതിർത്തിയിൽ സൈനികരെ വിന്യസിച്ച് ഇസ്രയേലിനെതിരെ യുദ്ധഭീഷണിയുമായി ഈജിപ്ത്. സിനായ് ഉപദ്വീപിലെ സൈനിക വിന്യാസത്തിനെതിരെ ഈജിപ്തിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് അമേരിക്കയോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടു. ഗസയിലെ ഇസ്രയേൽ ആക്രമണം അതിരൂക്ഷമായി തുടരുന്നതിനിടെ 10 രാജ്യങ്ങൾ പലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിച്ച് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് 4.5 ലക്ഷം പേർ ഇതിനകം പലായനം ചെയ്തെന്നാണ് വിവരം. പലായനം ചെയ്യുന്നവരെ കൊലപ്പെടുത്താൻ ഡ്രോൺ ആക്രമണത്തിലൂടെ ഇസ്രയേൽ ശ്രമിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. ഗസയിൽ നിന്നുള്ള നിർബന്ധിത പലായനം തുടരുന്ന പശ്ചാത്തലത്തിൽ ഈജിപ്ത് സിനായ് ഉപദ്വീപിൽ ദീർഘദൂര മിസൈലുകളും ടാങ്കുകളും ആയിരക്കണക്കിന് സൈനികരെയും വിന്യസിച്ച് ഇസ്രയേലിനെതിരെ യുദ്ധഭീഷണി മുഴക്കി. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം പലസ്തീൻ അഭയാർത്ഥികളെ അതിർത്തി കടന്ന് സിനായ് പ്രദേശത്തേക്ക് കടക്കാൻ പ്രേരിപ്പിക്കുമെന്നും അത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഈജിപ്ത് പറയുന്നു. സീനായ് ഉപദ്വീപിലെ സൈനിക വിന്യാസത്തിനെതിരെ ഈജിപ്തിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇസ്രയേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ ഐക്യരാഷ്ട്രസഭ പൊതുസഭ വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായി ബ്രിട്ടൻ, ബെൽജിയം, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ 10 രാജ്യങ്ങൾ
പലസ്തീന്റെ രാഷ്ട്രപദവി അംഗീകരിച്ച് നാളെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. ഇന്റർനാഷണൽ ഡെസ്ക് 24. തിരുവനന്തപുരം തിരുമലയിൽ BJP കൗൺസിലർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CPIM BJP വാക്പോര്. ആത്മഹത്യ ചെയ്ത തിരുമല അനിലിനെ CPIM-ഉം പോലീസും വേട്ടയാടി എന്നാണ് BJP ആരോപിക്കുന്നത്. അനിൽ പ്രസിഡന്റായിരുന്ന സഹകരണ ബാങ്കിൽ നിന്ന് BJP നേതാക്കൾ കടമെടുത്ത് ചതിച്ചതിന്റെ പേരിലാണ് ആത്മഹത്യ എന്നാണ് CPIM-ന്റെ വാദം. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്യാൻ കാരണം CPIM-ഉം പോലീസും നടത്തിയ മാനസിക പീഡനമെന്നാണ് BJP ആരോപണം. അനിൽകുമാർ പ്രസിഡന്റായ ജില്ലാ ഫാം ടൂർ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ പോലീസും CPIM-ഉം മാനസിക പീഡനമേൽപ്പിച്ചു. അതാണ് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് BJP പറയുന്നത്. അതേസമയം പോലീസും CPIM-ഉം അതിനെ എതിർത്ത് രംഗത്തെത്തി. നിക്ഷേപത്തുക നൽകാത്തതിനെ തുടർന്ന് അനിൽകുമാറിനെതിരെ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചുവരുത്തി മധ്യസ്ഥ ചർച്ച നടത്തി വിട്ടയച്ചു എന്നാണ് തമ്പാനൂർ പോലീസ് അറിയിക്കുന്നത്. പാർട്ടിയെയും പോലീസിനെയും പഴിചാരി BJP രക്ഷപ്പെടുന്നെന്ന വാദവുമായി CPIM-ഉം രംഗത്തുണ്ട്. തിരുമല അനിലിന്റെ ആത്മഹത്യ BJP നേതാക്കൾ കടമെടുത്ത് ചതിച്ചതിന്റെ പേരിലാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ CPM-ന്റെ പേരല്ല BJP-യുടെ പേരാണ് പറയുന്നതെന്നും CPIM ജില്ലാ കമ്മിറ്റി പത്രക്കുറിപ്പിൽ ആരോപിച്ചു. നാളെ വാർഡുകളിൽ പ്രതിഷേധയോഗം ചേരാനും CPIM തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ അസ്വാഭാവിക മരണത്തിന് പൂജപ്പുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. 24 തിരുവനന്തപുരം. മലപ്പുറം തിരുവാലിയിൽ ജീവനക്കാർ തമ്മിലുള്ള പകയിൽ സ്വകാര്യ ബസ് മറ്റൊരു ബസ്സിനെ ബോധപൂർവം ഇടിപ്പിച്ചു. ഒരു യാത്രക്കാരിക്ക് ഗുരുതരമായി പരിക്കുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. നരഹത്യാശ്രമത്തിന് കേസെടുത്ത് ഡ്രൈവർ ഫൈസലിനെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടലാണ് മലപ്പുറം തിരുവാലിയിൽ സ്വകാര്യ ബസ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. മാൻകോ ബ്രദേഴ്സ് എന്ന ബസ്സും വണ്ടൂർ റൂട്ടിൽ സമാന സമയത്തോടുന്ന മറ്റൊരു ബസ്സും തമ്മിൽ സമയത്തെ ചൊല്ലി വാക്ക് തർക്കമുണ്ടായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് തിരുവാലിയിൽ വെച്ച് ബോധപൂർവം മാൻകോ ബ്രദേഴ്സ് എന്ന ബസ്സിലെ ഡ്രൈവർ സ്വകാര്യ ബസ്സിനെ ഇടിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ഫാത്തിമ എന്ന യാത്രക്കാരിക്ക് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപകടമുണ്ടാക്കിയ ഡ്രൈവർ ചോക്കാട് സ്വദേശി ഫൈസലിനെ എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റകരമായ നരഹത്യാശ്രമം എന്ന വകുപ്പിനാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ അന്വേഷണം നടന്നുവരുന്നു. വിപിൻ C. വിജയൻ, 24 മലപ്പുറം. മലപ്പുറം പുളിക്കലിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ മുഖ്യപ്രതി പിടിയിൽ. മലപ്പുറം വള്ളുവമ്പ്രം സ്വദേശി മൻസൂർ അലിയാണ് പിടിയിലായത്. ജൂലൈ 14-നാണ് 6 അംഗ സംഘം കോഴിക്കോട് മാങ്കാവ് സ്വദേശി മുഹമ്മദ് ഷാലുവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. 3 വർഷം മുൻപുള്ള സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകളാണ് മുഹമ്മദ് ഷാലുവിനെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ കലാശിച്ചത്. പുളിക്കലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഷാലുവിനെ കീഴ്ശ്ശേരി തൃപ്പനച്ചിയിലെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തിയാണ് മോചിപ്പിച്ചത്. ശരീരത്തിലും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ് കെട്ടിയിട്ട നിലയിലായിരുന്നു. ഈ കേസിൽ ഇതുവരെ 6 പേർ പിടിയിലായി. മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചതിനാൽ കീഴടങ്ങിയ മൻസൂർ അലിയെ പോലീസ് 4 ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങി. ഷാലുവിനെ കെട്ടിയിട്ട തൃപ്പനച്ചിയിലെ വീട്ടിലടക്കമെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മർദ്ദിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെത്തി. ഇയാൾ പോലീസിനെ വെട്ടിച്ച് രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. മൻസൂർ അലിയുടെ ചെന്നൈയിലെ ബിസിനസ് സ്ഥാപനത്തിലെ പാർട്ണർ കൂടിയായ മുനവർ മുൻപ് പിടിയിലായിരുന്നു. കൊലപാതക ശ്രമത്തിനും മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോകലിനും ഗൂഢാലോചനയ്ക്കുമുള്ള വകുപ്പുകൾ ചേർത്താണ് കൊണ്ടോട്ടി പോലീസ് കേസെടുത്തത്. ഈ കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. 24 മലപ്പുറം. തൃശൂർ ചന്ദ്രാപിന്നിയിൽ ടിപ്പർ ലോറി ഇടിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ യാത്രക്കാരനായ വ്യാപാരി മരിച്ചു. കാളമുറിയിലെ CJ ആൻഡ് കമ്പനി ബെഡ് എംപോറിയം ഉടമ കയ്പമംഗലം സ്വദേശി സെയ്ദ് മുഹമ്മദാണ് മരിച്ചത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു അപകടം. സെയ്ദ് മുഹമ്മദ് സഞ്ചരിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് പിറകിൽ ടിപ്പർ ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് വീണ സെയ്ദ് മുഹമ്മദിന്റെ ദേഹത്തു കൂടി ടിപ്പർ ലോറി കയറിയിറങ്ങിയതായി ദൃക്സാക്ഷികൾ പറയുന്നു. ദേശീയപാത നിർമ്മാണ കമ്പനിയുടെ ലോറിയാണ് അപകടമുണ്ടാക്കിയത്. തിരുവനന്തപുരം കുന്നത്തുകാലിൽ തൊഴിലുറപ്പ് ജോലിക്കിടെ തെങ്ങ് വീണ് മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. തൊഴിലുറപ്പ് നിയമപ്രകാരം കുടുംബം ധനസഹായത്തിന് അർഹരാണ്. ഗുരുതരമായി പരിക്കേറ്റവർക്ക് ചികിത്സാ ചെലവും നൽകും. കുന്നത്തുകാൽ ചാവടി വാർഡിലെ കുന്നാനൂർ കോണത്ത് ഇന്നലെ രാവിലെയായിരുന്നു അപകടം. തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്നതിനിടെ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് തെങ്ങ് കടപുഴകി വീണാണ് 2 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. മരിച്ച വസന്തകുമാരിയുടെയും ചന്ദ്രികയുടെയും കുടുംബങ്ങൾ മഹാത്മാഗാന്ധി NREGS നിയമപ്രകാരമുള്ള ധനസഹായത്തിന് അർഹരാണ്. ആശ്രിതർക്ക് 2 ലക്ഷം രൂപ വീതമാണ് നൽകുക.
നിയമപരമായ അവകാശിക്ക് 15 ദിവസത്തിനകം ധനസഹായം നൽകുമെന്ന് തദ്ദേശ വകുപ്പ് അറിയിച്ചു. ഗുരുതര പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് NREGS വഹിക്കും. ഉഷ, സ്നേഹലത എന്നിവരാണ് പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. ചെയ്യേണ്ടിയിരുന്ന തൊഴിൽ ദിനങ്ങളുടെ പകുതി കൂലിക്കും തൊഴിലുറപ്പ് നിയമപ്രകാരം പരിക്കേറ്റവർക്ക് അർഹതയുണ്ട്. ഇന്നലെ വൈകിട്ടായിരുന്നു വസന്തകുമാരിയുടെയും ചന്ദ്രികയുടെയും സംസ്കാരം. 24 തിരുവനന്തപുരം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്ക് നേരത്തെ തന്നെ പരിശീലനം ആരംഭിക്കാൻ അവസരമൊരുക്കി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് +1, +2 പഠനത്തിനൊപ്പം IIT എയിംസ് ഇന്റഗ്രേറ്റഡ് എൻട്രൻസ് പരിശീലനവും നടത്താം. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിദേശത്തെ സെന്ററുകളിലുമായി ഒക്ടോബർ 5-നാണ് സ്ക്രീനിംഗ് ടെസ്റ്റ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്ത വർഷങ്ങളിൽ +1, +2 പഠനത്തോടൊപ്പം എൻട്രൻസ് പരിശീലനവും വിഭാവനം ചെയ്യുന്നതാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ IIT AIIMS 2-ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം. രാജ്യത്തെ പ്രമുഖ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സയൻസ് റിസർച്ച് സ്ഥാപനങ്ങളായ IIT, എയിംസ്, ഐസർ തുടങ്ങിയവയിലേക്കുള്ള പ്രവേശന പരീക്ഷകൾക്കാണ് പരിശീലനം നൽകുക. പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് ഒക്ടോബർ 5-ന് നടക്കും. 5, 6, 7, 8, 9 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ബ്രില്യൻ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റും ഒക്ടോബർ 5-ന് തന്നെയാണ് നടക്കുക. കേരളത്തിലെ വിവിധ ജില്ലകളിലും ബംഗളൂരു, ദുബായ്, ഖത്തർ എന്നിവിടങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലും സ്ക്രീനിംഗ് ടെസ്റ്റിന് അവസരമുണ്ട്. സ്ക്രീനിംഗ് പരീക്ഷയിലെ ആദ്യ റാങ്കിന് 10 ലക്ഷം രൂപയും 2ാം റാങ്കിന് 5 ലക്ഷം രൂപയും ഉൾപ്പെടെ 20 കോടിയിലധികം രൂപയുടെ സ്കോളർഷിപ്പുകളും നിരവധി കുട്ടികൾക്ക് സൗജന്യമായി പഠിക്കാനുള്ള അവസരവും ലഭിക്കും. സ്ക്രീനിംഗ് ടെസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന അർഹരായ വിദ്യാർത്ഥികൾക്ക് ബ്രില്യൻ സ്റ്റുഡന്റ് മൈത്രി സ്കീമിൽ ഉൾപ്പെടുത്തി സ്കോളർഷിപ്പുകൾ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോണിൽ ബന്ധപ്പെടാം. രജിസ്ട്രേഷന് വെബ്സൈറ്റ് സന്ദർശിക്കുക. 24 കോട്ടയം. SKN40 ജ്യോതിർഗമയുടെ ഭാഗമായി 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് തെരഞ്ഞെടുത്ത 40 സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്യുന്ന പരിപാടി തുടരുകയാണ്. എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, ഇടുക്കി ജില്ലകളിലെ വ്യത്യസ്ത സ്കൂളുകളിലാണ് കഴിഞ്ഞയാഴ്ച കമ്പ്യൂട്ടർ വിതരണം നടന്നത്. തിരുവനന്തപുരം പൊന്മുടി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ വിതരണം പെരിങ്ങമല പഞ്ചായത്ത് പൊന്മുടി 2ാം വാർഡ് മെമ്പർ രാധാമണി ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി പൂമാല ട്രൈബൽ സ്കൂളിന് 8 കമ്പ്യൂട്ടറുകളും പ്രിന്ററും കൈമാറി. സ്കൂൾ PTA പ്രസിഡന്റ് സുധാകരൻ PGയും അതുൽ കൃഷ്ണഗോപനും ചേർന്നാണ് പുതിയ കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തത്. കാഞ്ഞാർ SHO ശ്യാംകുമാർ കമ്പ്യൂട്ടറുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. എറണാകുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ വിതരണം 24 സ്പെഷ്യൽ കറസ്പോണ്ടന്റ് നിതിൻ അംബുജൻ നിർവഹിച്ചു. ആലുവ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സനിൽകുമാർ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. കോട്ടയം വെള്ളൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശൈലകുമാർ ഉദ്ഘാടനം ചെയ്തു. 24 ചാനൽ കുട്ടികളുടെ ഈ IT പഠനം മെച്ചപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂളിനെ സെലക്ട് ചെയ്തതിൽ അതിയായ സന്തോഷം. ആലപ്പുഴ ഇലിപ്പക്കുളം KKM സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള കമ്പ്യൂട്ടർ വിതരണം കായംകുളം DYSP T ബിനുകുമാറും വള്ളിക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് രോഹിണിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലയിലെ 2 സ്കൂളുകളിൽ കഴിഞ്ഞയാഴ്ച കമ്പ്യൂട്ടർ വിതരണം നടന്നു. അരീക്കമല ഗവൺമെന്റ് UP സ്കൂളിലെ കമ്പ്യൂട്ടർ വിതരണം പഞ്ചായത്ത് അംഗം അനില ജെയിൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീകണ്ഠാപുരം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രകാശൻ PV ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നെടുങ്ങോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് നഗരസഭാ കൗൺസിലർ VC രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ RDCയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ഇവിടെ തന്നെ 24 അല്ലെ ഈ ചാനലിൽ നിങ്ങൾക്ക് 8 കമ്പ്യൂട്ടറുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുകയാണ്. അത് ആ അവസരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതായത് നമ്മുടെ ചുറ്റും നമ്മൾക്ക് വേണ്ടി ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. മലപ്പുറത്ത് നിലമ്പൂർ എരഞ്ഞിമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ വിതരണം നിലമ്പൂർ നോർത്ത് DFO P ധനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ CI സുനിൽ പുളിക്കൻ മുഖ്യാതിഥിയായി. കോഴിക്കോട് ചാലപ്പുറം ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങ് പ്രമുഖ സംഗീതജ്ഞൻ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മതം, ജാതി ഇതൊക്കെ പറയാനല്ലാതെ മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ്റെ സ്നേഹവും സങ്കടവുമാണ് സത്യമായിട്ടുള്ള കാര്യം. അല്ലാതെ മനുഷ്യന് വേണ്ടിയിട്ടുള്ള കവിതയാണ് യഥാർത്ഥ കവിത. കമ്പ്യൂട്ടർ വിതരണത്തിന്റെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പരിപാടി ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP T ഉത്തംദാസ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബളാംതോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കമ്പ്യൂട്ടർ വിതരണം വെള്ളരിക്കുണ്ട് തഹസീൽദാർ PV മുരളി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KK വേണുഗോപാൽ കമ്പ്യൂട്ടറുകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കാസർഗോഡ് ചാമുണ്ടിക്കുന്ന് ഗവൺമെന്റ് ഹൈസ്കൂളിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ P അൻവർ സാദത്ത് കമ്പ്യൂട്ടർ ലാബ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.
കേരളത്തെ പ്രശംസിച്ച് കർണാടക റവന്യൂ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കൃഷ്ണ ബൈരഗൌഡ കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗം മികച്ചതാണ് എന്ന് മന്ത്രി പറഞ്ഞു. കേരളം രാജ്യത്തിന് വഴികാട്ടുന്നുവെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വേദിയിലിരിക്കെ മന്ത്രി പ്രശംസിച്ചു. If human resource is the most important resource, if human development is the most important asset any country has, then Kerala is number one in the whole of India when it comes to human development. Education, Kerala is number one. Healthcare, Kerala is number one. Human development, Kerala is number one. It is the shining example for the whole of India, not Gujarat. Gujarat, if you look at their education, health index, social development index, they are way behind Kerala. Kerala shows the way for whole of India when it comes to human development. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഇവിടെ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് സമ്പൂർണ്ണ പരാജയം എന്ന വിമർശനം ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം തുടരുന്നതിനിടയിലാണ്, കോൺഗ്രസ് പ്രതിഷേധം ഘടിപ്പിക്കുന്നതിനൊക്കെ ഇടയിലാണ് കർണാടക റവന്യൂ മന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കൃഷ്ണ ബൈര കേരളത്തെ പ്രശംസിച്ചുകൊണ്ട് ആരോഗ്യമേഖലയൊക്കെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തുന്നത്. വിവരങ്ങൾ എന്താണ് അശ്വിൻ പാലാഴി? രജിത്ത് പറഞ്ഞതുപോലെ സംസ്ഥാനത്താകെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വൻ തകർച്ചയാണ് എന്നാരോപിച്ച് പ്രതിപക്ഷവും കോൺഗ്രസ് പാർട്ടികളുമെല്ലാം വലിയ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ സംഘടിപ്പിച്ച അദ്ദേഹത്തിന്റെ MP മെറിറ്റ്സ് അവാർഡ് വിതരണ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കർണാടക റവന്യൂ മന്ത്രിയുമായ കൃഷ്ണ ബൈരഗൌഡ കേരളത്തിന് വലിയ പ്രശംസ നൽകിയിരിക്കുന്നത്. ഷൈനിങ് എക്സാമ്പിൾ ഫോർ ദ കൺട്രി എന്നുള്ളതാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. രാജ്യത്തിന് തിളങ്ങുന്ന മാതൃകയാണ് കേരളം എന്ന് പറയുന്നു. ഒപ്പം വികസന സൂചികകളിൽ കേരളം രാജ്യത്തിന് വഴികാട്ടുന്നു എന്നുള്ളതാണ് കൃഷ്ണ ബൈരഗൌഡയുടെ പ്രശംസ. ആരോഗ്യ വിദ്യാഭ്യാസ മനുഷ്യവിഭവ വികസന സൂചികകളിൽ കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളെ ഏറെ പിന്തള്ളിയാണ് കേരളം ഈ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നത്. കേരളം രാജ്യത്തിന് തന്നെ വഴികാട്ടുന്നു, വലിയ മാതൃകയാണ് കേരളം സൃഷ്ടിക്കുന്നതടക്കമുള്ള വാതോരാതെയുള്ള പ്രശംസയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. KC വേണുഗോപാൽ അടക്കം കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഈ വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും KC വേണുഗോപാലിന്റെ തന്നെ വേദിയിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് ഈ സമരങ്ങൾക്കൊക്കെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെല്ലാം നിശിതമായി വിമർശിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു തിരിച്ചടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ആ പ്രശംസ ഇപ്പോൾ വലിയ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് തന്നെ പറയുന്നുണ്ട്. ഗുജറാത്തിനെയാണ് അദ്ദേഹം താരതമ്യപ്പെടുത്തുന്നത് കേരളത്തെ. ഒപ്പം കർണാടക മന്ത്രിയാണ് അദ്ദേഹം. കർണാടകത്തിൽ എത്തുന്ന വിദ്യാർത്ഥികളിൽ പലരും കേരളത്തിൽ നിന്നുള്ള മിടുക്കന്മാരായ വിദ്യാർത്ഥികളാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് നിലവിൽ ഉയർന്ന വിവാദങ്ങളിൽ കേരളം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടിരുന്ന വിവാദങ്ങളിലെല്ലാം ഒരു പ്രചരണങ്ങളിലെല്ലാം ഒരു തിരിച്ചടിയാണ് കർണാടക റവന്യൂ മന്ത്രിയുടെയും കോൺഗ്രസ് നേതാവുമൊക്കെയായ കൃഷ്ണ ബൈരഗൌഡയുടെ പരാമർശം. കർണാടക റവന്യൂ മന്ത്രിയുടെ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം CPIM ആയുധമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ തന്നെ ആ പരാമർശം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അശ്വിൻ പാലാഴി വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൊല്ലം കോട്ടവട്ടം തുണ്ടുവിള വീട്ടിൽ ലത അന്തരിച്ചു. 57 വയസ്സായിരുന്നു. 24 സീനിയർ റിപ്പോർട്ടർ സുജിത് സുരേന്ദ്രന്റെ മാതാവാണ്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് തെന്മല പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താമഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.